കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് തുറന്നപ്പോൾ സ്വന്തം ഭാര്യയ്ക്കൊപ്പം ഒരു യുവാവ് വാവിട്ട് കരഞ്ഞുകൊണ്ട് നടത്തിയ വെളിപ്പെടുത്തൽ പലരും കണ്ടു കാണും. ഭാര്യയുടെ രണ്ടാനച്ഛന്റെ ഉപദ്രവം കാരണം നാടുവിടേണ്ടി വന്ന ദമ്പതികളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയണമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമല്ലേ? മൂവാറ്റുപുഴ സ്വദേശിയായ ആ യുവാവിനെയും യുവതിയെയും ഒടുവിൽ ഞങ്ങൾ കണ്ടെത്തി. കുട്ടിക്കാലം മുതൽ രണ്ടാനച്ഛനിൽ നിന്നും നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് മാത്രമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീതി നിഷേധത്തെക്കുറിച്ചും അവർ ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. കേട്ടാൽ ഉള്ളു പൊള്ളുന്നതാണ് ആ ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന നരകതുല്യമായ ജീവിതം. ഈ വാർത്തയ്ക്കൊപ്പം തൃശൂരിലെ ഗുണ്ട ഫിനാൻസും ആലപ്പുഴയിലെ പോലീസുകാരനും ക്രിമിനലും ഒന്നിച്ചുള്ള വിനോദയാത്രയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പതിനാലാം വയസ്സ് മുതൽ രണ്ടാനച്ഛനിൽ നിന്നും അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന പെൺകുട്ടി, പിന്നീട് അനാഥാലയത്തിലെ ഒറ്റപ്പെട്ട കൌമാരം. 22-ാം വയസ്സിൽ അവളെ വിവാഹം കഴിക്കാൻ സന്മനസ്സുമായി ഒരാളെത്തി. പിറമ സ്വദേശിനിയായ ആ പെൺകുട്ടിയുടെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ അന്നാണ് ആദ്യമായി പ്രകാശമുദിച്ചത്. ഭർത്താവിനൊപ്പം മൂവാറ്റുപുഴയിലെ വീട്ടിൽ ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയെങ്കിൽ വില്ലനായി വീണ്ടും രണ്ടാനച്ഛന്റെ വരവ്. കുട്ടിക്കാലത്തെ പീഡന കഥകൾ ഓരോന്നും അയാൾ ഭർത്താവിനോട് വെളിപ്പെടുത്തി. ഇരുവരെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഭീഷണിയും. അങ്ങനെയാണ് ഭാര്യയുമൊത്ത് യുവാവ് ഫേസ്ബുക്കിലൂടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. സംഭവത്തിൽ ഇതുവരെ നടപടി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അന്ന് പരാതി കൊടുത്തത് ഞാനാണ്. ഞാനും ഹോസ്റ്റലിലെ സിസ്റ്ററും കൂടിയിട്ടാണ്. സിസ്റ്റർ ഒരു വക്കീലായിരുന്നു, കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലെ വക്കീലായിരുന്നു. ഞാനും സിസ്റ്ററും കൂടിയും പോയി ഒരു കോടതിയിൽ പോയി. അവര് അപ്രവശം നിപ്പുണ്ടായിരുന്നു, ഞാൻ ഇപ്രവശം നിന്നു. അമ്മ കൈകാട്ടി പറയുന്നുണ്ട്, ഇയാളെ കുറിച്ച് മാറ്റിപ്പറ എന്ന് കൈകാട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ട് പ്രണതാമനോട് പറഞ്ഞു, നീ നിന്റെ രീതിയിലായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 14-ാം വയസ്സ് മുതൽ രണ്ടാനച്ഛൻ തന്നെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് 2015-ൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാനച്ഛൻ 58 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഇയാളെ എന്തായാലും പിടിക്കണം. അയാള് അന്ന് എങ്ങനെ ഇറങ്ങി എന്നൊന്നും എനിക്കറിയില്ല. അയാള് ശിക്ഷ അനുഭവിച്ചോന്നൊന്നും അറിയില്ല. അമ്മച്ചി പറയണത് പൈസ കെട്ടിവെച്ചിട്ട് ഇറക്കിയെന്നാ പറയണത്. പക്ഷെ എന്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് താഴ്മയോടെ പറയാൻ. തുടർന്ന് 23 വയസ്സ് വരെ ഒരു മഠത്തിലാണ് വളർന്നത്. അനാഥാലയത്തിൽ നിന്നാണ് രണ്ടാനച്ഛനെതിരെ പരാതി നൽകിയത്. വിവാഹശേഷവും രണ്ടാനച്ഛൻ ഭർത്താവിനോട് കഴിഞ്ഞ സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം. തനിക്ക് നീതി കിട്ടണമെന്നും യുവതി ആവശ്യപ്പെടുന്നു. അയാളിൽ നിന്ന് ഞാൻ കുറെ അനുഭവിച്ചു. ചെറുപ്പത്തിലെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല. എന്നിട്ട് ചേട്ടനെ ഒരു ദിവസം വിളിച്ചിട്ട് കുറെ ഡയലോഗ് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാള് കുറെ സെക്ഷലായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. കുറെ വാക്കുകളൊക്കെ പറയുന്നു. ഇയാളെ കോടതി കയറ്റണം, അതന്നെയാണ് എന്റെ താല്പര്യം. ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതന്നെയാണ് എന്റെ താല്പര്യം. രണ്ടാനച്ഛൻ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നാണ് വെളിപ്പെടുത്തൽ. നിരന്തര ലൈംഗിക പീഡനം മൂലം പെൺകുട്ടിയുടെ മാനസികാവസ്ഥ തകരാറിലായെന്നും ആരോപണമുണ്ട്. അയാളുടെ ഇത് കാരണം എനിക്കൊരു ഷോക്ക് വന്നു. ആ ഷോക്ക് ഇപ്പോഴും ഞാൻ അനുഭവിക്കണു. ചേട്ടനെ കയറ്റാത്ത ഹോസ്പിറ്റലുകളില്ല, കാണിക്കാത്ത ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഫുള്ളും തീർന്നു. ഇപ്പൊ ദാരിദ്ര്യത്തിലായി, ഓരോരുത്തരോടും തണ്ടണു. ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് മാഡം. യുവതിക്ക് ബോർഡർ ലൈൻ സിൻഡ്രോം ഉണ്ടെന്ന് സ്ഥിരീകരണവുമുണ്ട്. നിരവധി തവണയാണ് കുടുംബമടക്കം കൌൺസിലിംഗിന് വിധേയരായത്. നിങ്ങൾ ഒരു കാലഘട്ടത്തിലും നിങ്ങളുടെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ലേ? അതായത് ഒന്നിച്ച് ജീവിച്ചിരുന്ന കാലത്തിലൊന്നും അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മേനോട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാനൊന്ന് കുഞ്ഞായതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് അമ്മേനെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷെ അമ്മ ഒരു നടപടി എടുത്തില്ല. അത് ഇയാളെ പേടിച്ചിട്ടാണോ അതോ എന്താണെന്നൊന്നും അറിയില്ല. മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും പിറവം പോലീസ് കേസെടുത്തില്ലെന്നും പോലീസ് രണ്ടാനച്ഛനെ സംരക്ഷിക്കുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. കേസെടുത്ത ശേഷം അന്വേഷണവും മന്ദഗതിയിലാക്കി.
മൊഴി നൽകാൻ ചെന്നപ്പോൾ പരിഹസിച്ചെന്ന ഗുരുതരമായ ആരോപണവും യുവതി പോലീസിനെതിരെ ഉയർത്തുന്നു. അവര് കുട്ടിയുടെ മൊഴി എടുക്കണമെന്ന് പറയുന്നു. മൊഴി എടുക്കാനായിട്ട് ഓഫീസിലോട്ട് കയറിപ്പോയി. ഓഫീസിൽ കയറിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി പുറത്തേട്ട് ഇറങ്ങി വരുന്നു. പുറത്തേട്ട് ഇറങ്ങി വന്നതിന് ശേഷം പറയുന്നു, ചേട്ടാ ഈ ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചിരിക്കണോ, ഭയങ്കരമായിട്ട് കളിയാക്കി സംസാരിക്കണമെന്ന് പറയുന്നു. ഞാൻ ഓഫീസിന്റെ അകത്തോട്ട് കയറി ചെല്ലുന്നു. കയറി ചെന്നതിന് ശേഷം ഇവരോട് പറയുന്നു, സാർ ഇതൊരു രോഗമുള്ള ഒരു കുട്ടിയാണ്, ഈ രീതിയിൽ സംസാരിക്കുക ഇടപെടുകയോ പാടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് എടുക്കേണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഒരു രീതിയിലും പുറത്ത് പോലീസ് സ്റ്റേഷനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവിടെ പോയി മൊഴി എടുക്കാൻ പറ്റില്ല. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അകത്ത് ഇല്ലുമ്പോൾ എന്താ ഇതെന്ന് നമുക്കറിയില്ല. ന്യൂസ് 18 കൊച്ചി. പോലീസിനെയും നമ്മുടെ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയാണ് ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ. കൊച്ചിയിൽ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഓഫീസ് തുറന്നതെങ്കിൽ തൃശൂരിൽ ഗുണ്ടകൾ തുടങ്ങിയത് ഫിനാൻസ് സ്ഥാപനമാണ്. ആവേശം മോഡൽ പാർട്ടികൾക്ക് പിന്നാലെയാണ് തൃശൂരിൽ ഗുണ്ട ഫിനാൻസിന് തുടക്കമിട്ടത്. കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിത്തും സംഘവും ചേർന്ന് നിയമവിരുദ്ധമായി നഗരത്തിൽ പണമിടപാട് സ്ഥാപനം തുറന്നു. ഉദ്ഘാടനത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഗുണ്ടാ സംഘത്തെ കുടുക്കി. കടവി രഞ്ജിത്ത് ഉൾപ്പെടെ 4 പേരെ ഈസ്റ്റ് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കടവി രഞ്ജിത്തിന്റെ വീഡിയോ നിരീക്ഷിച്ചാണ് പോലീസ് ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയ പോലീസ് കടവി രഞ്ജിത്തിനെയും കൂട്ടാളികളായ വിവേക്, ഹർഷാദ്, സജീന്ദ്രൻ എന്നിവരെയും പിടികൂടുകയായിരുന്നു. സജീന്ദ്രൻ എന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിയാണ് AR മേനോൻ റോഡിൽ SR ഫിനാൻസ് എന്ന സ്ഥാപനം ഇവർ നടത്തിയിരുന്നത്. അറസ്റ്റിലായവരിൽ വിവേകിന്റെയും ഹർഷാദിന്റെയും പേരിൽ നിരവധി കേസുകളുണ്ട്. ജൂലൈ 7-ന് കടവി രഞ്ജിത്താണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 6 ലക്ഷത്തോളം രൂപ ഈ സ്ഥാപനം കടം കൊടുക്കുകയും ചെയ്തു. കൊച്ചിയിൽ ഗുണ്ടകൾ ഓഫീസ് തുറന്നതിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഗുണ്ടകളുടെ ധനകാര്യ സ്ഥാപനത്തിന്റെ വിവരങ്ങളും പുറത്തുവരുന്നത്. സംസ്ഥാന വ്യാപകമായി ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുടെ കൂട്ടായ്മകൾ ഏറുന്നത് പോലീസിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. സംസ്ഥാനത്ത് പോലീസ് ഗുണ്ടാബന്ധം പലപ്പോഴും മറന്നേക്ക് പുറത്തു വന്നിട്ടുള്ളതാണ്. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടയുടെ വിരുന്നിൽ മുൻ ഡിവൈഎസ്പി പങ്കെടുത്ത സംഭവത്തിന് പിന്നാലെ ആലപ്പുഴ പോലീസിന് നാണക്കേടുണ്ടാക്കി ക്രിമിനൽ കേസ് പ്രതിക്കൊപ്പം പോലീസുകാരന്റെ വിനോദയാത്ര. ഡിവൈഎഫ്ഐ നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിക്കൊപ്പം ആലപ്പുഴ AR ക്യാമ്പിലെ ASI ശ്രീനിവാസനാണ് ടൂറും ആഘോഷവും നടത്തിയത്. ടൂറിന്റെയും ആഘോഷത്തിന്റെയും ഫോട്ടോയും വീഡിയോയും വൈറലായതോടെ ASIയെ സസ്പെൻഡ് ചെയ്തു. വർഷം മുമ്പാണ് ആലപ്പുഴ നഗരത്തെ നടുക്കിയ കൊലപാതക ശ്രമം. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് ഗിരീഷിനെ ആലപ്പുഴ ബൈപ്പാസിലിട്ടാണ് ഇരവുകാട് കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് കൊട്ടേഷൻ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ കേസിലെ 3-ാം പ്രതി ഉളുക്കുണ്ണി എന്ന ഉണ്ണിക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമായിരുന്നു ആലപ്പുഴ AR ക്യാമ്പിലെ SI ശ്രീനിവാസന്റെ ആഘോഷം. കേസിൽ മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി 11.5 വർഷം തടവിന് ശിക്ഷിച്ച ഉണ്ണി ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതി അപ്പീലിൽ ജാമ്യത്തിലിറങ്ങിയതിന്റെ പിന്നാലെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനൊപ്പമുള്ള ആഘോഷം. ആലപ്പുഴയിലെ ഒരു വീട്ടിലും ജില്ലയ്ക്ക് പുറത്തെ സുഖവാസ കേന്ദ്രത്തിലും മുറിക്കുള്ളിൽ പാട്ടും മേളവും മദ്യപാനവുമായി ഉണ്ണിക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ASI അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ശ്രീനിവാസന്റെ ക്രിമിനൽ ബന്ധങ്ങളിൽ ഇതുവരെയും നടപടി ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്.
ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്ന ആഘോഷത്തിന്റെ വിവരങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും സംഭവത്തിൽ അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ല. ക്രിമിനൽ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നുവെന്ന് ആവർത്തിക്കുമ്പോൾ ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആഘോഷം കണ്ടില്ലെന്ന മട്ടിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം മുന്നോട്ട് പോയത്. ഒടുവിൽ വീഡിയോ പ്രചരിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് വകുപ്പ് തല നടപടി. എറണാകുളത്തെ ഗുണ്ടാത്തലവന്റെ വീട്ടിൽ സൗഹൃദ സന്ദർശനത്തിനെത്തിയതിന് രഹസ്യാന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നടപടിക്ക് വിധേയമാക്കിയതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെ ASIയുടെ ആഘോഷവും സേനയ്ക്ക് പേരുദോഷമാകുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവത്ര തട്ടിപ്പാണ്. ഒരു വശത്ത് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ, സ്വകാര്യ ബാങ്കുകാരുടെ കൊള്ള, അതിനൊപ്പമാണ് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ഒരു മുക്കുപണ്ട തട്ടിപ്പിന്റെ വാർത്ത കൂടി പുറത്തുവരുന്നത്. വളാഞ്ചേരിയിലെ KSFE ശാഖയിൽ സ്വർണമെന്ന വ്യാജേന മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത് 1.5 കോടി രൂപയാണ്. KSFE ജീവനക്കാരുടെ ഒത്താശയോടെയാണ് കോടികളുടെ ക്രമക്കേട് നടന്നതെന്നാണ് വിവരം. സംഭവത്തിൽ 5 പേർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. KSFE ശാഖയിൽ സ്വർണമെന്ന വ്യാജേന മുക്കുപണ്ടം പണയം വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്. 221.63 പവൻ തൂക്കമുള്ള മുക്കുപണ്ടമാണ് 4-അംഗ സംഘം സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നും ഈ വർഷം ജനുവരി 18-നും ഇടയിൽ KSFE വളാഞ്ചേരി ബ്രാഞ്ചിലെ 10 അക്കൗണ്ടുകളിലായാണ് പണയം വെച്ചതെന്ന് പോലീസ് പറഞ്ഞു. 1,48,996 രൂപയാണ് ഇങ്ങനെ കൈവശപ്പെടുത്തിയത്. സ്ഥാപനത്തിലെ ഗോൾഡ് അപ്രൈസറുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നത്. സംഭവത്തിൽ അപ്രൈസർ ഉൾപ്പെടെ 5 പേർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. ശാഖാ മാനേജറുടെ പരാതിയാണ് കേസെടുത്തത്. സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് സാധാരണ ചുമത്തുക. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം. എന്നാൽ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം നാടുവിട്ട ഒരു യുവാവിന് ഒളിവിൽ കഴിയേണ്ടി വന്നത് 9 വർഷമാണ്. വർക്കല സ്വദേശി അസീമാണ് അപകടത്തിന് ശേഷം ഗൾഫിലേക്ക് കടന്നത്. ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസിന്റെ പിടിയിലുമായി. ആ വാഹനാപകട കേസിൽ മാത്രമല്ല, നമ്മുടെ നിയമവ്യവസ്ഥയെ കബളിപ്പിച്ചതിൽ കൂടി അസീം നടപടി നേരിടേണ്ടി വരും. ൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. ആറ്റിങ്ങൽ പൂവൻപാറ NH റോഡിൽ കാറിൽ അമിത വേഗതയിൽ വന്ന് മോട്ടോർ സൈക്കിളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് കുറ്റകരമായ നരഹത്യ നടത്തിയ കേസിലെ പ്രതിയാണ് അസീം. 2 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിനു ശേഷം ഇയാൾ ഗൾഫിലേക്ക് മുങ്ങുകയായിരുന്നു. തുടർന്ന് തിരിച്ചെത്തിയ ശേഷം പോലീസിനെ കബളിപ്പിക്കാനായി സ്വന്തം നാടായ വർക്കല വെട്ടൂരിൽ നിന്ന് താമസം മാറി. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ താമസിച്ചു വരികയാണ് അസീം പോലീസിന്റെ പിടിയിലായത്. ആറ്റിങ്ങൽ SHO ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ SI സജിത്, ASIമാരായ രാധാകൃഷ്ണൻ, ഉണ്ണിരാജ്, CPO നിതിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൊല്ലം കുണ്ടറയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പുഷ്പലത എന്ന വീട്ടമ്മയെ മകൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച ശേഷം ഉളി ഉപയോഗിച്ച് കണ്ണുകൾക്കരികിൽ മൃഗീയമായി മുറിവേൽപ്പിക്കുകയും ചെയ്തതായി കണ്ടെത്തൽ. മരണം ഉറപ്പുവരുത്താനായി തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതി അഖിലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു.
കൊല്ലം കുണ്ടറയിൽ അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട മകനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കുണ്ടറ പടപ്പക്കര സ്വദേശി പുഷ്പലതയെയാണ് വീട്ടിൽ വെച്ച് മകൻ അഖിൽകുമാർ ചുറ്റികയും കൂർത്ത ഉളിയും കൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 17-നാണ് പുഷ്പലതയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ആക്രമണത്തിൽ പുഷ്പലതയുടെ പിതാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രതി അഖിലിനായി പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പണം ചോദിച്ചിട്ട് നൽകാത്തതിന്റെ പേരിലാണ് ലഹരിക്കടിമയായ അഖിൽ അമ്മയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. 16-ന് വൈകിട്ടായിരിക്കാം കൊലപാതകം നടന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചുറ്റിക കൊണ്ട് പുഷ്പലതയുടെ തലയിൽ പലതവണ അടിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതക ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയ പ്രതിക്കായി വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പല സംഘങ്ങളായാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. രാജ്യത്ത് പല സ്ഥലങ്ങളിലും മുമ്പ് സഞ്ചരിച്ച് പരിചയമുള്ള ആളാണ് പ്രതി എന്നത് കണക്കിലെടുത്ത സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്പലതയുടെ പിതാവ് ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. പത്തനംതിട്ടയിലെ ജസ്ന തിരോധാന കേസിൽ മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് CBI സംഘം. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ ജസ്ന എത്തിയെന്ന് വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. എങ്കിലും ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴി CBI രേഖപ്പെടുത്തി. ലോഡ്ജിലും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുണ്ടക്കയത്തെത്തിയ CBI സംഘം കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ രമണിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ലോഡ്ജിലെ മുൻ ജീവനക്കാരിയായ രമണിയുടെ വെളിപ്പെടുത്തൽ പ്രകാരമാണ് CBI സംഘം മുണ്ടക്കയത്ത് എത്തിയത്. ആദ്യം തന്നെ ഈ ഒരു ലോഡ്ജ് ഉടമയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതായത് ഇതൊരു പുതിയ വെളിപ്പെടുത്തൽ അല്ല, പക്ഷേ നേരത്തെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലും ഇവർ സമാനമായ മൊഴി നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പുതിയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസ് അന്വേഷണം അവസാനിക്കുകയാണ്, യാതൊരു തുമ്പും കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇത് അവസാനിപ്പിക്കുന്ന റിപ്പോർട്ട് CBI ഹൈക്കോടതി നൽകാൻ തീരുമാനിച്ചിരുന്നു, നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ച് തനിക്ക് പുതിയ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ചില രേഖകൾ മറ്റും കൈമാറിയിരുന്നു. ഇതുകൂടി പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചൊരു സമയത്താണ് ഈ ഒരു മൊഴി കൂടി പുറത്തു വരുന്നത്. എന്തായാലും ലോഡ്ജ് ജീവനക്കാരന്റെ മൊഴി എടുത്തതിൽ ഇത് വസ്തുതയല്ല ഈ ഒരു മുൻ ജീവനക്കാരിയുടെ നിലപാട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മൊഴി താനുമായിട്ടുള്ള ഈ ലോഡ്ജ് ജീവനക്കാരി താനുമായി ഒരൽപ്പം ഉടക്കിലാണ്. അതായത് ഇവർ തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു മൊഴി നൽകിയത് എന്നാണ് ലോഡ്ജിന്റെ ഉടമ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇത്തരം വിവരങ്ങൾ ഒന്നുകൂടി ശേഖരിക്കുക എന്നുള്ളതാണ് മുണ്ടക്കയത്തുള്ള CBI സംഘം ഇന്ന് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇതൊരു വലിയ ഗൗരവമേറിയൊരു മൊഴിയായി ഇപ്പോൾ CBI കാണുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് ഈ മൊഴി രേഖപ്പെടുത്തുകയും ഇതിൽ ഒരു അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്തതാണ്. ജസ്നയുടെ പിതാവും ഈ ഒരു മൊഴിയോട് വിയോജിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്, അതായത് എങ്കിലും ഒരു പുതിയ മൊഴി വന്ന സാഹചര്യത്തിൽ അതുകൂടി ഒന്ന് പരിശോധിക്കുക എന്നതാണ് ഇപ്പോൾ എന്തായാലും CBI സംഘം ചെയ്യുന്നത്. കേരളത്തിലെ പല കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ മംഗളൂരുവിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കം തട്ടിക്കൊണ്ടുപോകലിലും ക്രൂരമർദ്ദനത്തിലും കലാശിച്ചു. 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മംഗളൂരു നഗരത്തിലെ പ്രശസ്തമായ 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്.
ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കം തട്ടിക്കൊണ്ടുപോകലിലും ക്രൂരമർദ്ദനത്തിലും കലാശിക്കുകയായിരുന്നു. മത്സരത്തിൽ വിജയിച്ച ദർലക്കട്ടയിലെ കോളേജ് വിദ്യാർത്ഥികളെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. മംഗളൂരുവിന് സമീപം മഹാകാളി പടുപ്പ് എന്ന സ്ഥലത്ത് കൊണ്ടുപോയായിരുന്നു മർദ്ദനം. അടിവസ്ത്രത്തിൽ നിർത്തി മർദ്ദിക്കുകയും ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മംഗളൂരു സൗത്ത് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് 18 മംഗളൂരു. പൊതുനിരത്തിലെ മലയാളിയുടെ അസഹിഷ്ണുത ഓരോ ദിവസവും കൂടി വരികയാണ്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ ഫോൺ അടിച്ച് ബഹളമുണ്ടാക്കും. ചിലപ്പോൾ അത് കയ്യാങ്കളി വരെയും കലാശിക്കും. കോഴിക്കോട് നഗരത്തിൽ കാറിന് കടന്നുപോകാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് കെഎസ്ആർടിസി ഡ്രൈവർക്ക് നേരെ യുവാവിന്റെ മർദ്ദനം. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ കാർ ഡ്രൈവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട്ട് മാങ്കാവിലായിരുന്നു സംഭവം. പിന്നാലെ എത്തിയ കാർ കയറി പോകുന്നതായി ഹോണടിച്ചെങ്കിലും വഴിയിൽ സ്ഥലമില്ലാത്തതിനാൽ KSRTC ഡ്രൈവർ വശം നൽകിയില്ല. പ്രകോപിതനായ കാർ ഡ്രൈവർ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു. ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന ഭാഗത്തെ വാതിൽ തുറന്ന് ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പരിക്കേറ്റ ഡ്രൈവർ സുബ്രഹ്മണ്യൻ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ വിംസ് ഹോസ്പിറ്റലിൽ അടുത്തെത്തിയപ്പോൾ അയാൾ കാറിൻ്റെ ഡ്രൈവർ കയറി അത് എന്നെ വന്ന് ബ്ലോക്കിട്ട് ചാടി ഇറങ്ങി ഡോറ് തുറന്നു. സംഭവത്തിൽ KSRTC അധികൃതർ കസബ പോലീസിൽ പരാതി നൽകി. കുറ്റിക്കാട്ടൂർ സ്വദേശിയാണ് ഡ്രൈവറെ മറിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ പ്രതിയെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വടക്കൻ കേരളത്തിൽ റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തി അപകടമുണ്ടാക്കാനുള്ള ശ്രമം ആവർത്തിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പയ്യന്നൂരിനും തൃക്കരിപ്പൂരിനും ഇടയിലാണ് ഇത്തരത്തിൽ അട്ടിമറി ശ്രമമുണ്ടായത്. സംഭവത്തിൽ RPF അന്വേഷണം ഊർജിതമാക്കി. കുട്ടികൾ ചിലപ്പോൾ റെയിൽവേ പാളത്തിൽ കല്ലുകൾ വെച്ച് ചില വികൃതികൾ കാട്ടാറുണ്ട്. എന്നാൽ നിരവധി യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഈ പ്രവണതയെ ഗൌരവമായി തന്നെ കാണണം. റെയിൽവേ ട്രാക്കിൽ കരിങ്കൽ ചീളുകൾ നിരത്തിവെച്ച് അപകടമുണ്ടാക്കാനുള്ള ശ്രമം തുടരുന്നത് ആശങ്ക ഉയർത്തുന്നു. തൃക്കരിപ്പൂർ പയ്യന്നൂർ സ്റ്റേഷനുകൾക്കിടയിൽ 1 മാസത്തിനിടെ 2 തവണ ഇത്തരത്തിൽ ശ്രമം നടന്നു. കഴിഞ്ഞ ദിവസം ബീച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം മംഗളൂരു ഭാഗത്തേക്കുള്ള പാലത്തിൽ കരിങ്കൽ ചീളുകൾ നിരത്തിയതാണ് ഒടുവിലത്തെ സംഭവം. തിരുവനന്തപുരം നേത്രാവതി ലോകമാന്യ തിലക് എക്സ്പ്രസ് കടന്നുപോകുന്നതിനിടെ ഉലച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പൊടിഞ്ഞ നിലയിൽ കല്ലുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 27-ന് തൃക്കരിപ്പൂർ ഇളമ്പച്ചിക്കും ഒളവറക്കുമിടയിൽ രാത്രിയിൽ 10 ഇടങ്ങളിൽ കരിങ്കൽ ചീളുകൾ നിരത്തിവെച്ചത് സംബന്ധിച്ച് റെയിൽവേയുടെ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് 1.5 കിലോമീറ്ററിനുള്ളിൽ വീണ്ടും റെയിൽപാളത്തിൽ കല്ലുകൾ വെച്ച സംഭവം ഉണ്ടായത്. സംഭവത്തിൽ അതിഥി തൊഴിലാളികളെ കുടുംബങ്ങളിലെ 2 കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വിട്ടയക്കുകയായിരുന്നു. നേരത്തെ കളനാട് റെയിൽവേ തുരങ്കത്തിന് സമീപം പാളത്തിൽ ക്ലോസറ്റ് അവശിഷ്ടങ്ങളും വലിയ കരിങ്കൽ കല്ലുകളും കണ്ടെത്തിയിരുന്നു. എതിർവശത്തുകൂടി കടന്നുപോയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് വൻ ദുരന്തം ഒഴിവാവാൻ കാരണമായത്. ഈ സംഭവത്തിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കോട്ടിക്കുളത്ത് റെയിൽപാളത്തിൽ കോൺക്രീറ്റ് ഘടിപ്പിച്ച ഇരുമ്പുപാളി വെച്ചതായും കാഞ്ഞങ്ങാട് ഇക്ബാൽ ഗേറ്റിന് സമീപവും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപവും കരിങ്കൽ ചീലുകൾ വെച്ചതായും കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ ട്രെയിനിനു നേരെ കല്ലേറും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്.
കാസർഗോഡ് ജില്ലയിൽ കള്ളനോട്ട് ഇടപാടുകൾ വീണ്ടും സജീവമാവുകയാണ്. ഇവിടെ അച്ചടിക്കുന്ന കള്ളനോട്ടുകൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിവിടുന്നുമുണ്ട്. കാസർഗോഡ് ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസിൽ അച്ചടിച്ച 2 ലക്ഷത്തിലധികം രൂപയുടെ 500 രൂപ കള്ളനോട്ടുകളുമായി 4 പേർ മംഗളൂരുവിൽ അറസ്റ്റിലായി. രഹസ്യവിവരത്തെ തുടർന്ന് മംഗളൂരു ക്ലോക്ക് ടവറിന് സമീപത്തെ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് സംഘം പിടിയിലായത്. അറസ്റ്റിലായ പ്രതികൾക്ക് മറ്റേതെങ്കിലും കള്ളനോട്ട് കേസുകളുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചെർക്കളയിലെ ശ്രീശില്പി പ്രിന്റിംഗ് പ്രസിൽ അച്ചടിച്ച 2,13,500 രൂപയുടെ കള്ളനോട്ടുകളുമായി പ്രിന്റിംഗ് പ്രസ് ഉടമ കരിച്ചേരി പേരളത്തെ വി പ്രിയേഷ്, മുളിയാർ മല്ലം കല്ലുംകണ്ടത്തെ വിനോദ് കുമാർ, പെരിയ സ്വദേശി അബ്ദുൽ ഖാദർ, കർണാടക പുത്തൂർ ബൽനാട് വെളിയൂർക്കട്ടെ സ്വദേശി അയൂബ് ഖാൻ എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് മംഗളൂരു ക്ലോക്ക് ടവറിന് സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. മുറിയിൽ നിന്ന് 500 രൂപയുടെ 427 കള്ളനോട്ടുകളും 4 മൊബൈൽ ഫോണുകളുമാണ് പിടികൂടിയത്. സംഘത്തിൽ കൂടുതൽ പേരുള്ളതായി സംശയിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്ക് മറ്റേതെങ്കിലും കള്ളനോട്ട് കേസുകളുമായി ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് കള്ളനോട്ട് അച്ചടിക്കുന്നതിന് ഇടയാക്കിയെന്നാണ് അറസ്റ്റിലായ പ്രതി പ്രിയേഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യൂട്യൂബിൽ നോക്കിയാണ് നോട്ടടിക്കുന്നതിനെ കുറിച്ച് പഠിച്ചതെന്നും നോട്ടടിക്കാനുള്ള കടലാസ് അടക്കമുള്ള സാമഗ്രികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിച്ചതെന്നും മൊഴിയിൽ പറയുന്നു. മലയാളികളായ 3 പേർ കള്ളനോട്ടുമായി മംഗളൂരുവിൽ അറസ്റ്റായതിനെക്കുറിച്ച് പോലീസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രമുഖ സിനിമാ നടനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 13-കാരിയെ കാണാതായി. അമ്മയോട് പിണങ്ങി വീട് വിട്ട അസം സ്വദേശിയായ കുട്ടിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. തിരുവനന്തപുരം മുക്കോലയിൽ മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെ വൃദ്ധൻ മരിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പൂവത്തൂർ സ്വദേശി മോഹനൻ ആശാരി കൊല്ലപ്പെട്ട കേസിലാണ് നെടുമങ്ങാട് സ്വദേശികളായ മോഹനൻ നായർ, വേണു എന്നിവർ അറസ്റ്റിലായത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 104 ഗ്രാം MDMA-യുമായി സ്കൂൾ മാനേജറടക്കം 2 പേർ പിടിയിൽ. തിരൂരങ്ങാടി സ്വദേശികളായ മൊറയൂർ LP സ്കൂൾ മാനേജർ ദാവൂദ് ഷമീൽ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരാണ് കാറിൽ ലഹരിമരുന്ന് കടത്തവെ പിടിയിലായത്. വളാഞ്ചേരിയിൽ രാത്രി പട്രോളിംഗിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ വാഹനത്തിൽ നിന്ന് പിടികൂടിയത് 15 ലിറ്ററോളം വിദേശ മദ്യം. മുക്കിലപ്പിടിക സ്വദേശിയായ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ തട്ടിപ്പു നടത്തിയ മുൻ മാനേജർ പകരം വെച്ച വ്യാജ സ്വർണം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിലായ മുൻ മാനേജർ മധു ജയകുമാറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് 10 ലക്ഷത്തിലധികം രൂപ കവർന്നെന്ന വീട്ടമ്മയുടെ പരാതി ഇടുക്കി നെടുങ്കണ്ടം പോലീസിനെ ചെറുതൊന്നുമല്ല വട്ടം ചുറ്റിച്ചത്. അന്വേഷണത്തിനൊടുവിൽ തെളിഞ്ഞത് വീട്ടമ്മയുടെ കവർച്ചാ നാടകം. ഇടുക്കി നെടുങ്കണ്ടത്താണ് മുഖം മറച്ചെത്തിയ 2 പേർ മുഖത്ത് മുളകുപൊടി എറിഞ്ഞും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയും പണം അപഹരിച്ചെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചത്. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയപ്പോൾ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു. വർഷങ്ങളായി ഇവർ നടത്തി വന്നിരുന്ന ഓണച്ചിട്ടിയുടെ പണം തട്ടിയെടുക്കാനായിരുന്നു ഈ വ്യാജ മോഷണ കഥ. നെടുങ്കണ്ടത്തെ വീട്ടമ്മയുടെ അനുഭവം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.